കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ പ്ലാസ അടച്ചുപൂട്ടുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര. സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾ ജനങ്ങളുടെ പ്രശ്നം മന്ത്രാലയത്തെ ധരിപ്പിച്ചു. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത തീരുമാനമല്ലെന്നും വിഷയം പഠിച്ച കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. नितिन गडकरी जी से डिस्कशन होने के बाद उनके निर्देशन पर हमने एक कमेटी का गठन किया. कमेटी की रिकमेंडेशंस के बाद नितिन गडकरी जी ने और मंत्रालय ने ये तय किया कि हम वो टेम्परेरी जो टोल प्लाज़ा लगाया गया है कासरगोड़ा डिस्ट्रिक्ट पर अरिकेडी पर, जो कि केवल पिछले टोल प्लाज़ा से जो कि 20 किलोमीटर दूर है उसको समाप्त करने का निर्णय लिया है. और जब मैं आपसे बात कर रहा हूँ तो अभी से अगले 5-6 घंटे के अंदर अंदर वो टोल प्लाज़ा पर टोल लेना बंद हो जाएगा. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അർജുൻ, ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ 2 ടോള്, അങ്ങനെ ജനങ്ങളെ പിഴിയാൻ തീരുമാനിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി ആ തീരുമാനം പിൻവലിക്കുന്നു. സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. സത്യാഗ്രഹ സമരം അടക്കം A.K.M. അഷ്റഫിന്റെ MLA യുടെ നേതൃത്വത്തിൽ നടന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രഖ്യാപനം വരുമ്പോൾ, ഈ പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഈ ടോൾ അടച്ചുപൂട്ടുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെയല്ലേ ഇതൊരു ഇലക്ഷൻ പ്രമാണിച്ചുള്ള തീരുമാനമല്ല എന്ന് കൂടുതലായി വിശദീകരിക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ അല്പസമയം മുൻപാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സഹമന്ത്രി ഹർഷ് മൽഹോത്ര ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും അതിൽ അദ്ദേഹം ഔദ്യോഗികമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ചും പ്രസിഡന്റിനും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കുമെല്ലാം തന്നെ ഈ നടപടിയെ സംബന്ധിച്ചുള്ള വിവരം നൽകിയിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ നേതാക്കൾ ഈ പ്രഖ്യാപനം നേരത്തെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ അടക്കം അനൗൺസ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹർഷ് മൽഹോത്ര ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. 20 കിലോമീറ്റർ ദൂരത്തിനകത്ത് തന്നെ രണ്ടാമതൊരു ടോൾ പ്ലാസ, കുമ്പളയിൽ അങ്ങനെ ഒരു ടോൾ പ്ലാസ വേണ്ട എന്നുള്ള തീരുമാനമാണ് ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രാലയവും എടുത്തിരിക്കുന്നത്. അടുത്ത 5 മണിക്കൂറിനകം തന്നെ ആ ടോൾ പ്ലാസയിലുള്ള ടോൾ പിരിവ് അത് പൂർണ്ണമായും അവസാനിപ്പിക്കും എന്നുള്ള കാര്യം. ഇതൊരു താൽക്കാലിക നടപടിയല്ല, എന്നേക്കുമായി അടച്ചുപൂട്ടുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ടും ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ പല ദിവസങ്ങളിലായി ഒരു ക്രെഡിറ്റ് തർക്കം ബി.ജെ.പിക്കും CPM-നും അതുപോലെ UDF-നും ഇടയിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെ CPM-ഉം അതുപോലെ കോൺഗ്രസും ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഈ പാർട്ടികളൊന്നും തന്നെ ഒരു അപേക്ഷയോ അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നമോ ചൂണ്ടിക്കാണിച്ച് മന്ത്രാലയത്തിന് കത്തയക്കുകയോ പ്രശ്നത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നേതാക്കൾ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ബന്ധപ്പെട്ടത് ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, അതുപോലെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, അതുപോലെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നീ 3 പേരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയവുമായി ഈ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചത്. ആ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും പിന്നീട് ആ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വരികയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഏതായാലും ക്രെഡിറ്റ് ആർക്കായാലും കുമ്പളയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. കിലോമീറ്ററുകൾക്കകത്ത് 2 ടോൾ പ്ലാസ അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു. അസാധാരണമായ കൊള്ളപ്പിരിവ് നടന്നതിനെ അതിനെതിരെ വലിയ പ്രതിഷേധം, സമാനതകളില്ലാത്ത പ്രതിഷേധം അവിടെ അരങ്ങേറി. അവരുടെ കൂടി വിജയമാണ് ഈ തീരുമാനം. ഏതായാലും കുമ്പളയിലെ ടോൾ പ്ലാസ അടച്ചുപൂട്ടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.